ന്യൂസ് ടെൻസ് ആദ്യം പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് ടെൻസ് വിശദമായി ചർച്ച ചെയ്ത വാർത്തയുടെ തുടർച്ചയിലേക്ക് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ വിവാദമായി കൊണ്ടിരിക്കുന്ന ഏറ്റവും അധികം രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി വിഴിഞ്ഞം മാറിയിരിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതി പലപ്പോഴായി കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് എന്ന് നമുക്കറിയാം. ആ പദ്ധതി കേരളത്തിലേക്ക് വരുന്ന ഘട്ടം, അദാനി ഗ്രൂപ്പ് പദ്ധതിയുടെ ഭാഗമാകുന്ന ഘട്ടം, അന്നൊക്കെ വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അദാനിയുടെ നേതൃത്വത്തിൽ ഉള്ള വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു പക്ഷേ കേരളത്തിന്റെ വികസന കുതിപ്പിൽ നാഴികക്കല്ലാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രൊജക്റ്റാണത് എന്നതിലും തർക്കമൊന്നുമില്ല. ഇപ്പോഴിതാ പുതിയ വിവാദം ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നത് നമുക്കറിയാം. അത് MSC എന്ന ആഗോള കപ്പൽ പാതയിൽ ഉൾപ്പെടെ നിക്ഷേപം നടത്തുന്ന കപ്പൽ ഗതാഗത കമ്പനിയുടെ നിക്ഷേപം ഈ വിഴിഞ്ഞത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് വിവാദം കൊഴുക്കുന്നത്. അതായത് അദാനിയുടെ ഓഹരികൾ MSC വാങ്ങുമ്പോൾ അത് സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയാണോ ഇത്തരത്തിൽ ഒരു ഇടപാട് നടന്നത് എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ. എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ, മറ്റ് നടപടിക്രമങ്ങളൊക്കെ നടന്ന തീയതികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ സർക്കാരിനെയും മുഖ്യമന്ത്രി VD സതീശനെയും ഏറെ പ്രതിരോധത്തിൽ ആഴ്ത്തുന്നത്. അതുമാത്രവുമല്ല, കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഈ വിഷയത്തിൽ എതിർപ്പ് ഉയരുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തുടർ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും, സർക്കാരിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും, മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരിക്കും എന്നതെല്ലാം വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം വിശദമായി ചർച്ച ചെയ്തു. ഇനി ഇതാ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് ഈ വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കരാർ വ്യവസ്ഥകളുണ്ട്. ആ കരാർ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ള നീക്കമാണോ അദാനി നടത്തിയത്? അദാനി ഗ്രൂപ്പിന്റെ നീക്കങ്ങൾ സർക്കാർ അറിഞ്ഞിരുന്നോ? മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണോ ഈ ഇടപാടുകൾ നടന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് എന്ന് പറയുമ്പോൾ പോലും ഈ ധാരണകൾ അല്ലെങ്കിൽ തുടർ ചർച്ചകൾ, നടപടികൾ, അതുമായി ബന്ധപ്പെട്ട തീയതികളിലൊക്കെ വലിയ തരത്തിലുള്ള അവ്യക്തത തുടരുകയല്ലേ ഡാൻ? സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി അദാനി പോർട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് തുടങ്ങിയ തർക്കങ്ങളാണ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. 25% മുകളിൽ ഓഹരി കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അതിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്ന 2015 ഓഗസ്റ്റ് 17 ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥയുടെ ലംഘനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതൃപ്തി പരസ്യമാക്കി അദാനി പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി ഓഫീസ് തന്നെ ഇതിലുള്ള വിയോജിപ്പ് പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ജൂൺ 29 തീയതിയാണ് അദാനി പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് കൈമാറുന്നത്. അതിനുശേഷം കഴിഞ്ഞ 1 തീയതി, അതായത് ഏതാണ്ട് 2 ദിവസം മുമ്പ് മാത്രമാണ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കരട് രേഖ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കത്ത് അദാനി ഗ്രൂപ്പ് കൈമാറിയിരിക്കുന്നത്. അതിലാണ് സർക്കാർ വിയോജിപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു വലിയ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് FDI നടത്തുന്നതിന് അവസരമൊരുക്കുമ്പോൾ ആ കാര്യം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ സുതാര്യമായി നേരത്തെ അറിയിച്ചില്ല? അതാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. പ്രതിപക്ഷമടക്കം നിയമസഭയിൽ ആ ആശങ്ക പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊരു ആശങ്കയ്ക്ക് പരിഹാരം കാണാതെ ഇതിന് അനുമതി നൽകാനാവില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ് ഇപ്പോൾ എന്ന് വേണം പറയാൻ. കാരണം പാർട്ടിക്കുള്ളിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നുമൊക്കെ വിമർശനങ്ങളും ആശങ്കകളും ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ അതിന് അദാനിയുടെ താല്പര്യപ്രകാരം സർക്കാർ അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കാനിടയുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും പ്രത്യാഘാതങ്ങളും ചെറുതായിരിക്കില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അതിനുള്ള കടുത്ത വിയോജിപ്പ് പരസ്യമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ഓഫീസ് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആദ്യം സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ ഇത്തരമൊരു കരാറിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ കൈമാറുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം. അതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള കരാർ ലംഘനവും നടത്തിയിട്ടില്ല എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇത്തരത്തിൽ ഒരു വൻകിട വിദേശ സ്വകാര്യ നിക്ഷേപം നടത്തുന്നതിന് മുന്നോടിയായുള്ള നിയമസാധുത സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തേടിയതിനു ശേഷം നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാന സർക്കാരിനെ അക്കാര്യങ്ങൾ അറിയിച്ചത്. അത് 2ാം ഘട്ടമാണ് എന്ന് അദാനി ഗ്രൂപ്പ് വിശദീകരിക്കുമ്പോഴും പിന്നെ എന്തുകൊണ്ടാണ് കരാറിലെ ആ വ്യവസ്ഥ പാലിക്കാൻ കമ്പനി ഇത്രയും
ഇത്രയും വലിയൊരു നിക്ഷേപത്തിന്റെ കാര്യത്തിൽ 2015 ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ പാലിക്കാൻ എന്തുകൊണ്ട് അദാനി ഗ്രൂപ്പ് തയ്യാറായില്ല എന്ന വിമർശനമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. അത് തന്നെ പ്രതിപക്ഷവും ഉന്നയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരു കുത്തകവൽക്കരണത്തിന് വഴിവെക്കുമോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയിലേക്ക് കൂടിയാണ് ആ കാര്യങ്ങൾ എത്തിക്കുന്നത്. തീർച്ചയായും അവിടെ നേരത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സർക്കാർ അറിഞ്ഞിരുന്നില്ല എന്നതാണ്. അവിടെ മറുചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ്, നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നത് നമുക്കറിയാം. മറുചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് കൂടി എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ആ വാക്കുകൾ കൂടി കേട്ട ശേഷം പിന്നീട് ഡാനിലേക്ക് തിരികെ എത്താം. ഇതൊരു പത്രവാർത്തയിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ കൺസെഷനെയറിന്റെ അകത്ത്, ഈ കൺസെഷൻ എഗ്രിമെന്റിന്റെ അകത്ത് ക്ലോസ് 5.3 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ദ കൺസെഷനെയർ ഷാൽ നോട്ട് അണ്ടർടേക്ക് ഓർ പെർമിറ്റ് എനി ചേഞ്ച് ഇൻ ഓണർഷിപ്പ് വിതൗട്ട് ദ പ്രിയർ അപ്രൂവൽ ഓഫ് ദി അതോറിറ്റി ഈസ് ദ ഗവൺമെന്റ് ഓഫ് കേരള. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിനകത്ത് ഒരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ആക്ട് അനുസരിച്ചിട്ട് 25% മീതെയുള്ള ഒരിത് കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓണർഷിപ്പ് ചേഞ്ചിലേക്ക് പോകുന്നതാണ്. 75%-ലേറെ പോയാൽ 25%-ലേറെ അത് ഒരു ഷെയർ കൊടുത്താൽ ഓണർഷിപ്പ് ചേഞ്ചാണ്. അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ഈ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ 49% ഓഹരികൾ, അതായത് 13,220 കോടി രൂപയുടെ ഓഹരികൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് MSC കൈമാറുന്നതിന് നീക്കം നടക്കുകയാണ്. അത് അദാനി ഗ്രൂപ്പ് തന്നെ വെളിപ്പെടുത്തിയതാണ്. നമ്മുടെ കൺസെഷൻ എഗ്രിമെന്റ് പ്രകാരം 25%-ൽ കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമല്ല, സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ക്ലോസ് 5.3 പ്രകാരം അത്തരമൊരു കൈമാറ്റത്തിന് കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മുൻകൂർ അനുമതി ലഭ്യമാക്കാതെ സ്വന്തം നിലയിൽ നടത്തിയ ഓഹരി ഇടപാട് നിയമവിരുദ്ധമാണ്, കരാർ ലംഘനമാണ്. ഇവിടെ ഈ പറയുന്ന ഉടമസ്ഥാവകാശത്തിലുള്ള മാറ്റം സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇന്നലെ വ്യക്തമാക്കിയത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷേ അവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അദാനി ഗ്രൂപ്പിന്റെ ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ അറിവോടുകൂടിയുള്ളതാണോ, കരാറിന് വിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? അത്തരമൊരു നടപടിക്കെതിരെ സർക്കാർ ഏതു തരത്തിലുള്ള നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.